പണ്ട് 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 വളരെ ധനികനായ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 12 ആൺമക്കളായിരുന്നു. 12 മക്കളെയും അച്ഛൻ ഒരുപോലെ സ്നേഹിച്ചും വിദ്യാഭ്യാസം കൊടുത്തുമൊക്കെയാണ് വളർത്തിയത്. ഇതിൽ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, അവനൊരു സഞ്ചാരപ്രിയനായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോകാറുണ്ടായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾക്കും ജ്യേഷ്ഠന്മാർക്കും ഇതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും അവനതൊന്നും വകവെച്ചിരുന്നില്ല. അവൻ സ്വതന്ത്രനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെട്ടു, യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഇളയ മകൻ ഒരു ദിവസം മാതാപിതാക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് കുറേ ദൂരത്തേക്ക് യാത്ര ചെയ്തു. അങ്ങനെ പോയി അവനൊരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടെന്ന് കേട്ടപ്പോൾ അവൻ വിചാരിച്ചു, ഒരു ജോലിക്കാരൻ്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. അങ്ങനെ അവൻ ആ കൊട്ടാരത്തിലൊരു ജോലിക്കാരനായിട്ട് മാറി. അവൻ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയും അങ്ങനെ അതിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ്, ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, ഒത്തിരി കാലമായല്ലോ വീട്ടിൽ നിന്ന് വിട്ടു പോന്നിട്ട്, അച്ഛനമ്മമാരൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് പോയി നോക്കാം. അങ്ങനെ അവന് തിരിച്ച് വീട്ടിലേക്ക് പോയി. ചെന്നപ്പോൾ അവന് ആകെപ്പാടെ വിഷമിച്ചു പോയി. കാരണം അവൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിരുന്നു. കുറേ കാലമായിട്ട് ഇവൻ്റെ വിവരമൊന്നും ഇല്ലാതിരുന്നത് കാരണം സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് പിതാവിൻ്റെ ഭാരിച്ച സ്വത്ത് വീതം വെച്ചെടുത്തു. ഇവനെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. സാരമില്ല എന്നവൻ കരുതി. അപ്പോൾ സഹോദരന്മാർ അവനോടൊന്ന് പറഞ്ഞു, നിനക്ക് ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. നിനക്ക് ഞങ്ങൾ 12 പെൺകുതിരകളെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നിൻ്റെ കുതിരകളല്ലേ ഈ 12 എണ്ണം. അവയെ ഞങ്ങളുടെ ലായത്തിൽ കെട്ടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവയെ മലയുടെ മുകളിലേക്ക് മേയാൻ വിട്ടിരിക്കുകയാണ്. നിനക്ക് അവിടെ ചെന്നാൽ അവയെ കാണാം. വേണമെങ്കിൽ ആ 12 എണ്ണത്തിനെ നീ എടുത്തോ. ഇത് കേട്ടപ്പോൾ ഈ ഇളയ മകന് വലിയ വിഷമം തോന്നി. തൻ്റെ സഹോദരന്മാർ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. എന്തായാലും തൻ്റെ മാതാപിതാക്കളുടെ സമ്പാദ്യമായിട്ട് തനിക്ക് കിട്ടിയതല്ലേ. പെൺകുതിരകളെങ്കിൽ പെൺകുതിരകൾ. അവൻ നേരെ മലമുകളിലേക്ക് പോയി. മലമുകളിൽ ഒരു ചെറിയ വനമുണ്ടായിരുന്നു. ആ വനത്തിനടുത്ത് ഒരു മൈതാനവുമുണ്ട്. ആ മൈതാനത്തിൽ 12 പെൺകുതിരകൾ മേയുന്നുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ ഉണ്ട്, അതിലൊരു പെൺകുതിരയുടെ അടുത്ത് ഒരു ചെറിയ കുതിരക്കുട്ടിയുണ്ട്. നിറയെ പുള്ളികളുള്ള ഒരു ഭംഗിയുള്ള കുതിരക്കുട്ടി. വെയിൽ തട്ടുമ്പോൾ അവൻ നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ കുഞ്ചു രോമങ്ങൾ കാറ്റിൽ ഇങ്ങനെ പറന്ന് കളിക്കുന്നു. കണ്ടാൽ തന്നെ ഇഷ്ടം തോന്നുന്ന നല്ല ഭംഗിയുള്ള ഒരു കുതിരക്കുട്ടി. അവൻ സ്നേഹത്തോടെ ആ കുതിരയെ ചെന്ന് തലോടി. അപ്പോൾ ആ കുതിര പറഞ്ഞു, യജമാനെ, താങ്കൾ 1 വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ നല്ല മിടുക്കനായൊരു കുതിരയായി തീരും. അപ്പോൾ അങ്ങേക്ക് എന്നെ കൊണ്ടുപോകാം. അതുവരെ ഞാൻ ഈ കാട്ടിൽ മേഞ്ഞ് നടന്നോട്ടെ. അവൻ സമ്മതിച്ചു. അവൻ തിരിച്ച് താൻ ജോലി ചെയ്യുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അവിടെയും ഒരു വലിയ കാര്യം സംഭവിച്ചിരിക്കുന്നു. രാജകുമാരിയെ ഒരു ഭൂതത്താൻ വന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഈ ഭൂതത്താൻ്റെ അടുത്ത് നിന്ന് രാജകുമാരിയെ ആരാണോ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത് അവർക്ക് രാജാവ് പാതി രാജ്യവും രാജകുമാരിയെ നൽകുമെന്ന് വിളംബരം നൽകിയിട്ടുണ്ട്. പക്ഷെ ആരും രാജകുമാരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. വെറും ഒരു കൊട്ടാരം ജോലിക്കാരനായ താൻ എന്ത് ചെയ്യാനാണ് എന്ന് കരുതി അവൻ തൻ്റെ ദൈനംദിന ജോലികൾ മുഴുകി അവിടെ വീണ്ടും 1 വർഷം കൂടി കഴിഞ്ഞു. ഈ 1 വർഷവും രാജകുമാരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരികയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും രാജകുമാരിയെ തിരിച്ചു കിട്ടിയില്ല. നാട്ടിൽ നിന്ന് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ വീണ്ടും തിരിച്ചുപോയി. സഹോദരന്മാരുടെ എല്ലാം വീടുകളിൽ പോയി. അവർക്കെല്ലാം ഇവനെ വലിയ പുച്ഛമായിരുന്നു. അവരെല്ലാവരും വലിയ കച്ചവടക്കാരും വ്യാപാരികളും ഒക്കെയാണ്. ഇവൻ മാത്രമേ ഉള്ളൂ ഒരു വെറും കൊട്ടാരം ജോലിക്കാരൻ. എന്തായാലും തൻ്റെ കുതിരകളെ കൊണ്ടുവന്ന് കണ്ടു കളയാം എന്ന് കരുതി അവൻ മലമുകളിലേക്ക് പോയി. അപ്പോഴേക്കും കുതിര വളർന്ന് വലുതായി കഴിഞ്ഞിരുന്നു. അത്ര ഭംഗിയുള്ളൊരു കുതിരയെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോലും അവൻ കണ്ടിട്ടില്ല. അതിൻ്റെ പുറത്ത് കയറണമെങ്കിൽ അത് നിലത്ത് കിടന്നു കൊടുക്കണം. അല്ലാതെ അതിൻ്റെ മുകളിലേക്ക് ചാടിക്കയറാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ഉയരമുണ്ട് അതിന്. നല്ല തിളങ്ങുന്ന ദേഹം മുഴുവൻ പുള്ളിക്കുത്തുകൾ, പാറിപ്പറക്കുന്ന കുഞ്ചിരോമങ്ങൾ, നല്ല ആരോഗ്യം, നല്ല ഭംഗി. അവൻ ആ കുതിരയെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കുതിരയാണെങ്കിൽ അവനെ കാത്തിരുന്നത് പോലെയാണ് പെരുമാറിയത്. അവനെ കണ്ടപ്പോഴേ അത് തല കുനിച്ച് വണങ്ങി. അവന് പുറത്ത് കയറാൻ വേണ്ടി നിലത്ത് കിടന്നു കൊടുത്തു. അവൻ പുറത്ത് കയറിയപ്പോൾ മൈതാനം മുഴുവൻ അവനെ കൊണ്ട് ചുറ്റി അടിച്ചു. തൻ്റെ കുതിരയെ ഓടിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ തൻ്റെ സഹോദരന്മാരെ കാണാൻ ചെന്നു. സഹോദരന്മാർ അമ്പരന്ന് പോയി. ഇത്രയധികം പണമുണ്ടായിട്ടും തങ്ങൾക്ക് ഇത്ര നല്ലൊരു കുതിരയെ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. ഇത്ര ഭംഗിയുള്ളൊരു കുതിരയെ അവർ കണ്ടിട്ട് പോലുമില്ല. ഇവന് 12 പെൺകുതിരകളെ വിട്ടുകൊടുത്തപ്പോൾ അവയിൽ നിന്ന് ഇത്ര ഭംഗിയുള്ളൊരു കുതിരക്കുട്ടി ഉണ്ടാകും എന്നവർ കരുതിയിരുന്നത് പോലുമില്ല.
ചെറുപ്പക്കാരൻ സഹോദരന്മാരോട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഈ കുതിരക്കുട്ടിയെ കിട്ടി. വേണമെങ്കിൽ ആ പെൺകുതിരകൾ ഇനിയും പ്രസവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ള കുതിരകളെ കിട്ടും. അതുകൊണ്ട് വേണമെങ്കിൽ ആ 12 പെൺകുതിരകളെ നിങ്ങൾ എടുത്തോളൂ. പകരം എൻ്റെ കുതിരയ്ക്ക് ഒരു കടിഞ്ഞാണും ജീനിയും തരണം. സഹോദരന്മാർ വിചാരിച്ചു, ഇതൊരു നല്ല കച്ചവടമാണല്ലോ. 12 പെൺകുതിരകളെ കിട്ടുകയാണെങ്കിൽ അവയിൽ നിന്ന് ഇനിയും ഇതുപോലെ ആരോഗ്യമുള്ള കുതിരക്കുട്ടികളുണ്ടാവും. ഇവന് തൽക്കാലം ഒരു കടിഞ്ഞാണും ജീനിയും കൊടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അവർ മനോഹരമായി ചിത്രപ്പണികൾ ചെയ്ത ഒരു ജീനിയും നല്ല ഒരു കടിഞ്ഞാണും അവന് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ആ ജീനിയൊക്കെ കുതിരയെ അണിയിച്ച് കടിഞ്ഞാണും പിടിച്ച് ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് കയറി താൻ ജോലി ചെയ്യുന്ന രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി. അവൻ വരുന്നത് ദൂരെ നിന്ന് രാജാവ് കണ്ടു. രാജാവ് മട്ടുപ്പാവിലിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സേവകൻ വരുന്ന കുതിരയെപ്പോലൊരു കുതിരയെ രാജാവ് അതുവരെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. രാജാവ് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരുപാട് ഭംഗിയുള്ള കുതിരകളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കുതിര രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നല്ല, ആ നാട്ടിലെങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കുതിരയ്ക്ക് ഉടമയായി സേവകനെ രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. പതുക്കെ പതുക്കെ അവനെ രാജാവിന് വലിയ ഇഷ്ടമായി തീർന്നു. അവൻ്റെ കുതിരയെയും രാജാവിന് വലിയ ഇഷ്ടമായിരുന്നു. ആ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാനും രാജാവിന് ഇഷ്ടമായിരുന്നു. പക്ഷേ കുതിരയാണെങ്കിൽ ഇവൻ പറയുന്നതല്ലാതെ മറ്റാര് പറയുന്നതും അനുസരിക്കുകയുമില്ല. അതുകൊണ്ട് രാജാവ് അവനും അവൻ്റെ കുതിരയ്ക്കും കൊട്ടാരത്തിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തു. ഇത് കൊട്ടാരത്തിലെ മറ്റ് സേവകന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും ഒരേപോലെ രാജാവിനെ സേവിച്ചിരുന്നവരാണ്. ഇപ്പോൾ നാട്ടിൽ പോയി ഒരു കുതിരയെ കൊണ്ടുവന്നതോടെ ഇവൻ വലിയ ആളായി മാറിയിരിക്കുന്നു. അവരെങ്ങനെ സഹിക്കും? ഇവനെ എങ്ങനെയെങ്കിലും കുടുക്കിലാക്കാൻ അവരെല്ലാവരും തക്കം പാർത്തിരുന്നു. തൻ്റെ സുന്ദരം കുതിരയ്ക്ക് അവനൊരു പേരിട്ടു. അതാണ് ഡാപ്പിൾ ഗ്രിം. ഒരിക്കൽ രാജാവ് തൻ്റെ തോട്ടത്തിലിരുന്ന് വിശ്രമിക്കുമ്പോൾ കുറേ ജോലിക്കാർ ചേർന്ന് അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഈ ഡാപ്പിൾ ഗ്രിം എന്ന കുതിരയുടെ ഉടമസ്ഥനായ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ എപ്പോഴും അടുക്കളയിലിരുന്ന് വീമ്പ് പറയുന്നുണ്ട്. രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസനെ തോൽപ്പിച്ച് അവളെ വീണ്ടെടുക്കാൻ അവനല്ലാതെ മറ്റാരും കഴിയുകയില്ല എന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ട രാജാവ് അവനെ ആളയച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നീ അടുക്കളയിലിരുന്ന് വീമ്പ് പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. എന്നാൽ പിന്നെ നീ പോയി എൻ്റെ മകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവാ. അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. രാജാവ് പറഞ്ഞു, അതൊന്നും എനിക്ക് കേൾക്കണ്ട. നീ നാളെ തന്നെ പോയി എൻ്റെ മകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ തീരൂ. ചെറുപ്പക്കാരൻ ആകെ കുഴങ്ങിപ്പോയി. രാജകുമാരി എവിടെയാണെന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. അവൻ വിഷമത്തോടെ കുതിരലായത്തിലേക്ക് ചെന്നപ്പോൾ ഡാപ്പിൾ ഗ്രിം അവൻ്റെ തൊട്ടടുത്ത് വന്ന് അവന് തൊട്ടുരുമി നിന്നു. എന്നിട്ട് അത് സംസാരിക്കാൻ തുടങ്ങി. അത് പറഞ്ഞു, യജമാനനെ, ഒട്ടും വിഷമിക്കേണ്ട. ചിലപ്പോൾ വിജയം നമ്മൾക്കായിരിക്കും. ഒരു കാര്യം, എൻ്റെ കാലിലെ ഈ ലാടമുണ്ടല്ലോ, ഇതും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് രാജാവിനോട് പറഞ്ഞ് കുറച്ചുകൂടെ ഭംഗിയുള്ള, കുറച്ചുകൂടെ ഭാരമുള്ള ലാടങ്ങൾ എൻ്റെ കാലിൽ തറച്ചു തരണം. യുവാവ് അപ്പോൾ തന്നെ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഞാൻ നാളെ തന്നെ രാജകുമാരി അന്വേഷിച്ച് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ കുതിരയായ ഡാപ്പിൾ ഗ്രിമ്മിൻ്റെ കാലിൽ നല്ല ഒരു ലാടം തറച്ചു തരണം. രാജാവ് സമ്മതിച്ചു. അപ്പോൾ തന്നെ ഒരു കൊല്ലനെ വരുത്തി നല്ല ഭാരമുള്ള ഒരു ലാടം കുതിരയുടെ 4 കാലുകളിലും തറച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ തൻ്റെ യജമാനനെ വഹിച്ചുകൊണ്ട് ഡാപ്പിൾ ഗ്രിം രാജകുമാരി അന്വേഷിച്ച് യാത്രയായി. അത് കുറേ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ പോയി അതൊരു വലിയ കണ്ണാടി മലയുടെ താഴ്വാരത്തെത്തി. കണ്ണാടി മലയെന്ന് പറഞ്ഞാൽ ഒരു കുത്തനെയുള്ള മലയാണ്. അതിൻ്റെ ചരിവുകൾ കണ്ണാടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുവഴി മുകളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. തെന്നി താഴേക്ക് പോകും. ഒരടി വെച്ചാൽ 2 അടി താഴേക്ക് പോകും. ഡാപ്പിൾ ഗ്രിം കുറേ ദൂരത്ത് നിന്ന് ഓടി വന്ന് മലയിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. പക്ഷേ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും കാല് വഴുതി അത് താഴേക്ക് തെന്നി വീണു. പിന്നെയും കുറച്ചുകൂടി ദൂരത്തേക്ക് മാറി എന്നിട്ട് അത് മലയുടെ മുകളിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കാല് വഴുതി താഴേക്ക് വീണു. പക്ഷേ 3ാമത്തെ തവണ കുതിര യജമാനനോട് പറഞ്ഞു, ഇത്തവണ നാം ആരാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ദൂരെ നിന്ന് ഓടി വന്ന് ഒറ്റ ചാട്ടം മലയുടെ ഏകദേശം മുകളിൽ വരെ അവനെത്തി. അവിടെ നിന്ന് കണ്ണാടി ചില്ലുകളിൽ ചവിട്ടി അത് മുകളിലേക്ക് ഓടിക്കയറി. മലയുടെ മുകളിൽ ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയ്ക്കുള്ളിലായിരുന്നു രാക്ഷസൻ രാജകുമാരിയെ പാർപ്പിച്ചിരുന്നത്. രാക്ഷസൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. രാജകുമാരിയെ എടുത്ത് കുതിരപ്പുറത്ത് വെച്ച് അപ്പോൾ തന്നെ ചെറുപ്പക്കാരൻ കുതിരയെ താഴേക്ക് പായിച്ചു. രാക്ഷസൻ ഓടി വന്നപ്പോഴേക്കും ഡാപ്പിൾ ഗ്രിം രാജകുമാരിയും കൊണ്ട് മല കടന്ന് താഴെ എത്തിക്കഴിഞ്ഞു. കണ്ണഞ്ചിക്കുന്ന വേഗത്തിൽ കുതിര
രാജകുമാരിയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവളെ വെച്ചു. രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് ചെറുപ്പക്കാരനോട് പറഞ്ഞു, എൻ്റെ മകളെ രക്ഷിച്ചതിന് വളരെ നന്ദി. നിനക്ക് ഞാനിതിന് തക്കതായ സമ്മാനം തരുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതേ മഹാരാജാവേ, പക്ഷേ അങ്ങൊരു കാര്യം ഓർക്കണം. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ രാജാവും രാജകുമാരിയും അങ്ങയുടേത് എന്നതുപോലെ തന്നെ എൻ്റേതും കൂടിയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, ഞാൻ വാഗ്ദാനം ചെയ്തതൊക്കെ ശരി, പക്ഷേ നിനക്ക് രാജകുമാരിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നറിയാൻ 1-2 പരീക്ഷകൾ കൂടി നീ ജയിക്കേണ്ടതുണ്ട്. ആകത്തെ 2 തവണ എൻ്റെ മകൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതെവിടെയാണ് എന്ന് നീ കണ്ടുപിടിക്കണം. അടുത്ത 2 തവണ വിളിക്കാനുള്ള ഊഴം നിൻ്റേതാണ്. അപ്പോൾ നിന്നെ രാജകുമാരിയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഈ 4 തവണയും നീ വിജയിക്കുകയാണെങ്കിൽ എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരുന്ന കാര്യം ഞാൻ ആലോചിക്കാം. ഇങ്ങനെയൊരു നിബന്ധന നമ്മളുടെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് യുവാവ് ചോദിച്ചു. പക്ഷെ രാജാവ് പറഞ്ഞു, ഇങ്ങനെയൊരു നിബന്ധന ഇല്ലാതെയും ഇരുന്നിരുന്നില്ലല്ലോ. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ശരി, എങ്ങനെയാണെങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം. അവൻ വിഷമിച്ച് തൻ്റെ കുതിരയുടെ അടുത്തേക്ക് പോയി. അവൻ വിഷമത്തോടെ വരുന്നത് കണ്ട് ഡാപ്പിൾ ഗ്രീം അവനോട് ചോദിച്ചു, എന്ത് പറ്റി യജമാനെ? അവൻ കാര്യം പറഞ്ഞു. അപ്പോൾ കുതിര പറഞ്ഞു, അങ്ങൊന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞാനല്ലേ അങ്ങയുടെ കൂടെയുള്ളത്. ആദ്യ ദിവസം ഒളിച്ചിരിക്കാനുള്ള ഊഴം രാജകുമാരിയുടെ ആയിരുന്നു. അവൾ ഒരു താറാവായിട്ട് രൂപം മാറിയിട്ട് കുളത്തിൽ നീന്തി നടന്നു. യുവാവ് അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവൻ ചെന്ന് ഡാപ്പിൾ ഗ്രീമിനോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ഡാപ്പിൾ ഗ്രീം പറഞ്ഞു, ഓ യജമാനനെ, അങ്ങൊട്ടും വിഷമിക്കേണ്ട. അങ്ങൊരു അമ്പും വില്ലും എടുത്തുകൊണ്ട് കൊട്ടാരത്തിനടുത്തുള്ള തടാകത്തിനടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് അതിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന താറാവിന് നേരെ അമ്പ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അങ്ങക്ക് മനസ്സിലാകും രാജകുമാരി എവിടെയുണ്ടെന്ന്. ഉടൻ തന്നെ അവനൊരു അമ്പും വില്ലും എടുത്തുകൊണ്ട് കുളക്കരയിലേക്ക് ചെന്നു. അവിടെ നീന്തിക്കൊണ്ടിരിക്കുന്ന താറാവിന് നേരെ അമ്പ് ചെയ്യാൻ വേണ്ടി ഉന്നം പിടിച്ചതും താറാവ് ഉറക്കെ ചിറകിട്ടടിച്ചു. അയ്യോ, ഇത് ഞാനാണേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അത് രാജകുമാരിയായിട്ട് മാറി. അങ്ങനെ ആദ്യത്തെ തവണ ഡാപ്പിൾ ഗ്രീമിൻ്റെ സഹായത്തോടെ ചെറുപ്പക്കാരൻ വിജയിച്ചു. 2ാമത്തെ ദിവസവും ഒളിച്ചിരിക്കാനുള്ള ഊഴം രാജകുമാരിയുടേതായിരുന്നു. അവളൊരു വലിയ റൊട്ടി കഷ്ണമായിട്ട് മാറി. എന്നിട്ട് മേശപ്പുറത്തിരുന്ന റൊട്ടി കഷ്ണങ്ങളുടെ ഇടയ്ക്ക് പോയിരുന്നു. യുവാവ് അവിടെ എല്ലാം അന്വേഷിച്ചിരുന്നു, അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് വീണ്ടും ഡാപ്പിൾ ഗ്രീമിനോട് ചെന്ന് വിഷമം പറഞ്ഞു. ഡാപ്പിൾ ഗ്രീം പറഞ്ഞു, അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട, അങ്ങ് അടുക്കളയിൽ ചെന്നൊരു കത്തി എടുത്ത് മൂർച്ച കൂട്ടണം. എന്നിട്ട് രാജാവിൻ്റെ ഊണുമുറിയിലേക്ക് ചെല്ലണം. അവിടെ മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ കുറേ റൊട്ടി കഷ്ണങ്ങൾ കാണും. അതിൽ മുകളിൽ നിന്ന് 3ാമത്തെ റൊട്ടി കഷ്ണം എടുത്ത് അങ്ങ് മുറിക്കാൻ തുടങ്ങണം. അപ്പോൾ രാജകുമാരി എവിടെയാണെന്ന് അങ്ങേക്ക് മനസ്സിലാവും. അവൻ നേരെ അടുക്കളയിൽ ചെന്നു ഒരു കത്തി എടുത്ത് മൂർച്ച വരുത്തി. എന്നിട്ട് മേശപ്പുറത്തെ പാത്രത്തിലിരുന്ന റൊട്ടി കഷ്ണങ്ങളിൽ മുകളിൽ നിന്ന് 3ാമത്തെ റൊട്ടി എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിതിപ്പോൾ മുറിച്ച് തിന്നാൻ പോവാണ്. അപ്പോൾ റൊട്ടി പറഞ്ഞു, അയ്യോ തിന്നല്ലേ, ഇത് ഞാനാണേ. അങ്ങനെ 2ാമത്തെ തവണയും അവൻ വിജയിച്ചു. അടുത്തത് അവൻ്റെ ഊഴമാണ്. അവനാണ് ഒളിക്കേണ്ടത്. അവൻ ഇവിടെ ഒളിച്ചിരിക്കുമെന്ന് ഒരു രൂപവും കിട്ടില്ല. അവൻ വിഷമത്തോടെ ഡാപ്പിൾ ഗ്രീമിനടുത്തെത്തി. ഡാപ്പിൾ ഗ്രീം പറഞ്ഞു, അങ്ങൊട്ടും വിഷമിക്കേണ്ട, അങ്ങനെ ഞാനൊരു ഈച്ചയാക്കി മാറ്റിയിട്ട് എൻ്റെ മൂക്കിനുള്ളിലിരുത്തിക്കോളാം. കുതിര അങ്ങനെ തന്നെ ചെയ്തു. ചെറുപ്പക്കാരനൊരു ഈച്ചയാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഇടത് മൂക്കിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. രാജകുമാരി എല്ലായിടത്തും അവനെ അന്വേഷിച്ച് നടന്നു. മുക്കിലും മൂലയിലും താഴെയും മുകളിലും ഒക്കെ നോക്കി. കൊട്ടാരത്തിലെല്ലാം നോക്കി, തോട്ടത്തിൽ നോക്കി. അവസാനം കുതിരലായത്തിലെത്തി. പക്ഷേ അവളെ കണ്ടപ്പോൾ ഭയങ്കരൻ കുതിരയായ ഡാപ്പിൾ ഗ്രീം കടിക്കാനും മാന്താനും ഒക്കെ തുടങ്ങി. രാജകുമാരി പേടിച്ചു പോയി. അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ യുവാവിനെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മതി, ഞാൻ തോറ്റു, നീ പുറത്തു വന്നോളൂ. നിമിഷങ്ങൾക്കകം അവളുടെ മുന്നിൽ ആ ചെറുപ്പക്കാരനെത്തി. അവൾ പറഞ്ഞു, അടുത്ത തവണ കൂടി ഒളിക്കാനുള്ള ഊഴം നിങ്ങളുടേതാണ്. അവൻ പറഞ്ഞു, ശരി, ഞാൻ ഒളിച്ചോളാം. അവൻ നേരെ ഡാപ്പിൾ ഗ്രീമിനടുത്തെത്തി. ഡാപ്പിൾ ഗ്രീം അവനെ ഒരു മൺകട്ടയാക്കി മാറ്റി തൻ്റെ കുതിരലാടത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. രാജകുമാരി അവനെ അന്വേഷിച്ച് കുതിരലായത്തിലും എത്തിയിരുന്നു. നേരത്തെ നിലത്തിട്ട് മാന്തുകയും കുതറുകയും കുത്താനും കടിക്കാനും ചെല്ലുകയൊക്കെ ചെയ്ത് ബഹളം വെച്ച ഡാപ്പിൾ ഗ്രീം ഇത്തവണ അനങ്ങിയതേയില്ല. അത് കല്ല് പോലെ അവിടെ നിന്ന് കളഞ്ഞു. അതുകൊണ്ട് ഡാപ്പിൾ ഗ്രീമിൻ്റെ ലാടത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ചെറുപ്പക്കാരന് രാജകുമാരിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം രാജകുമാരി പറഞ്ഞു, മതി, ഞാൻ തോറ്റു, നീ മുന്നോട്ട് വന്നോളൂ. അപ്പോൾ കുതിരലാടത്തിനുള്ളിൽ നിന്ന് അവൻ വീണ്ടും പുറത്തേക്ക് വന്നു. അങ്ങനെ 4 മത്സരങ്ങളിലും അവൻ തന്നെ വിജയിച്ചു. അതോടെ രാജാവിന് അവനെ വിജയമായി പ്രഖ്യാപിക്കാതെ മാർഗമില്ലെന്ന് വന്നു. രാജാവ് അവനെ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും രാജകുമാരി വിവാഹം കഴിച്ചു കൊടുക്കുകയും പകുതി രാജ്യം അവന് ദാനം ചെയ്യുകയും ചെയ്തു.
നമ്മുടെ ധീരനായ നായകനും രാജകുമാരിയും ഡാപ്പിൾ ഗ്രിമ്മിൻ്റെ പുറത്ത് കയറിയാണ് വിവാഹത്തിന് പള്ളിയിലേക്ക് പോയത്. അപ്പോൾ ഇഷ്ടമായോ ഡാപ്പിൾ ഗ്രിമ്മിൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.